ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ചേട്ടായും ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഇന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം എവിടെ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കൈനഗിരിയിലാണ്. കൈനഗിരിയിൽ എവിടെയായിട്ട് ഹൗസ് ബോട്ട് ടെർമിനൽ ാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളിയാണ്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാഴ്ചകളൊക്കെ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ബൈക്കിനും കാറിനുമായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം എല്ലാവരെയും അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ടൈം എടുക്കും. ഞങ്ങളവിടെ നിന്ന് തിരിച്ച് 4 o'clock തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും കൂടെ കാറിലാണ് കയറിയത്. ബാക്കിയുള്ള ചേട്ടന്മാരും അനിയന്മാരും എല്ലാം ബൈക്കിനാണ് വന്നിരുന്നത്. ഇത് ഒരു 2 വീക്കായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ. അപ്പോൾ ഇടാനുള്ള കുറച്ച് എന്താ പറയുക തിരക്കും കാരണമൊക്കെ ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ കയറി. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ കൈനഗിരിയിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല വ്യൂ ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്, കൈനഗിരിയിലേക്ക് വരുന്നുണ്ട് കാണാനായിട്ട്. അപ്പം എന്താ പറയുന്നത്, 4 മണിയായി ഞങ്ങളിവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്ക്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടെ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പറഞ്ഞാൽ മാത്രമേ ലൈക്ക് ചെയ്യത്തുള്ളൂ. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയുന്നത്, കാണുന്നവരുടെയൊക്കെ ഓരോ കമൻറ്റുകളൊക്കെ ഇടുമല്ലോ, നല്ലതാണ്, പല മോശമാണ്, അതെന്തുമായാലും ഞാൻ സ്വീകരിക്കും. അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇടണം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് തിരുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടി ഞങ്ങൾ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. ഉള്ളിലോട്ട് പോകാനായിട്ട് പറ്റും, പക്ഷേ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. ചെറിയൊരു ഇടവഴിയാണ്. അപ്പം എല്ലാവരും കൂടെ അതിൻ്റെ റോഡൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ കയറി കഴിഞ്ഞാൽ റോഡ് ഭയങ്കരമായിട്ട് മോശമാവും. കണ്ടോ? അപ്പോൾ ഇതാണ് സ്ഥലമെന്ന് പറയുന്നത്. അടിപൊളിയാണ്. അപ്പം ചെറിയ ചെറിയ പാലങ്ങളുണ്ട് അതുവഴി പോകാനായിട്ട്. അപ്പം ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളി വ്യൂവും കാര്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു 500 രൂപ എങ്ങാണ്ട് അവിടുന്ന് നമ്മുടെ കൈനഗിരി ആ ഒരു സ്പേസിലേക്ക് പോകാനായിട്ട് 500 രൂപ എങ്ങനെ കണ്ടാവും. നടന്നും പോകുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നതിന് ഇവിടെ നല്ല വെക്കേഷൻ ടൈമും കൂടാണ്. അതിൻ്റെ കൂടെ ഇവിടെ ഇന്ന് അവധിയായിരുന്നു, 2 ദിവസം അവധിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് ഇവർക്ക് കുറച്ച് പേടിയാണ് അതുവഴി പോകാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ട് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതുവഴി ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വരുന്ന ആ ടൈം തന്നെ ചെറിയൊരു പാലം പോലെ ഉണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ബോട്ടിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതുവഴി പോകാനായിട്ട് പറ്റും. കാരണം ഇതുവഴി ഒരു പാലം ഉള്ളതാത്ത പാലത്തിൻ്റെ താഴെയായിട്ട് കുറേ വെള്ളം കിടപ്പുണ്ട്. അപ്പം കുറച്ച് പേരൊക്കെ അല്ലാതെ ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ തന്നെ പോയി. ഞങ്ങൾക്ക് അങ്ങനെ ചാടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ, കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് പതുക്കെ അതുവഴി തന്നെ പോയി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടൈമിലും ഇന്നലെ എങ്ങാണ്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴ പെയ്തത് കൊണ്ടായിരിക്കും ഇന്നിവിടെ ഫുള്ള് വെള്ളമായത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ചള്ള പോലൊക്കെ ആയി, കാലിൽ അഴുക്ക് പറ്റി. അപ്പം നിങ്ങളിവിടെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. കാലിൽ അഴുക്ക് പറ്റിയെന്നാണോ പറയുന്നത്? ഞാൻ ചള്ള പറ്റിയെന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പം അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. ആ കാണുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതിലേക്ക് കൂടെ കുറച്ചുകൂടെ പോകണം. അപ്പം കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇതുകൊണ്ട് ചിലപ്പം വെള്ളത്തിൽ വീഴുമോ എന്നുള്ള പേടി കൊണ്ടാണ് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അനിയനാണ് വീഡിയോ പകുതി എടുത്തിരുന്നത്.
ഞങ്ങൾ ഫോട്ടോയും കാര്യമൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും താഴോട്ട് ചാടാനായിട്ടാണ് നോക്കിയത്. പക്ഷേ അവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് വല്ലാതെ കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ മേളിൽ കൂടെ ചാടി പതിയെ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു എന്നാണ് ഓർത്തത്. പക്ഷേ അവിടുത്തെ വെള്ളം അവസാനിച്ചില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവിടെല്ലാം ഫുള്ള് വെള്ളമായി. പിന്നെ ലാസ്റ്റ് കാലിലെ ഷൂ ഊരിയിട്ട് നടക്കേണ്ട അവസ്ഥയാണ് വന്നത്. പക്ഷേ വെള്ളമില്ലാത്ത സമയത്തൊക്കെ നല്ല രസമാണ്, ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു നല്ല അടിപൊളി സ്പേസിലേക്ക് എത്തിക്കും. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് പാർക്കാണ്, പക്ഷെ ഇപ്പോൾ അവിടെ അലൗഡ് അല്ലാന്ന് തോന്നുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച കൈനഗിരി ടെർമിനൽ എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. അപ്പം ഇതാണ് അടിപൊളി വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം കുറേ പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് സൈഡിലൊക്കെ നിന്നിട്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു, ബോട്ടിങ്ങും കാര്യങ്ങളും ആൾക്കാരെയും എല്ലാം ഇങ്ങനെ നോക്കി നിന്നു. ഇന്ന് തിരക്കുള്ള ദിവസവും കൂടെ ആയതുകൊണ്ട് ബോട്ടിങ്ങിന് നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാത്ത ടൈമിൽ 4 പേര് അല്ലെങ്കിൽ 6 പേർക്ക് ഒരാൾക്കങ്ങാണ്ട് 250 അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇതിലേക്കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ സർബത്ത് കടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പിലിട്ട കുറേ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ കിട്ടും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം കുറച്ച് പേര് ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ വെറുതെ ഇരിക്കാൻ നല്ല രസമാണ്. ഈ ബോട്ടിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഓളമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
അപ്പം ഞങ്ങളുടെ കസിൻസ് പിള്ളേരെല്ലാം കൂടി അനിയത്തിമാരെല്ലാവരും കൂടി ആ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമാണ്. അപ്പം അവർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ഒരു മണിക്കൂറോളം ആ കായലിൽ കിടന്ന് അടിപൊളിയായിട്ട് ബോട്ടിങ് തന്നെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് അവരവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ വന്നപ്പോഴേ അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിംഗ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മുഖത്തെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പം ശരിക്കും ബോട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണം. അപ്പം ഞങ്ങൾ അവിടുന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങളത് കഴിഞ്ഞപ്പം പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ടതെല്ലാം മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കഴിക്കുന്നത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കഴിച്ചു. ഞാൻ വരുമ്പോൾ മെയിനായിട്ട് അതാണ് മേടിച്ച് കഴിക്കാറുള്ളത്. പിന്നെ ഇച്ചുമോനാണെങ്കിൽ ഐസ്ക്രീം കണ്ടുടനെ തന്നെ അത് വേണമെന്ന് പറഞ്ഞ് മോനാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും പിള്ളേർക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. ഇച്ചുവിനൊരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടനാണെങ്കിൽ വൈകുന്നേരം ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഡാൻസ് കളിക്കും. കുലുക്കി സർബത്തുകളൊക്കെ ഒരുപാട് വെറൈറ്റി സർബത്തുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പം എന്താ പറയുന്നത്, പക്ഷേ ആ ചേട്ടൻ ആ ടൈമിൽ അന്ന് ലീവായിരുന്നത് കൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആലപ്പുഴ ബീച്ചിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ അവിടെ എത്തും, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും സൈഡിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് വരുമ്പോൾ കുറച്ച് പേര് പോകുമ്പോൾ അപ്പം എല്ലാവരും കൂടി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ ബീച്ചിലേക്ക് നമുക്ക് പോവുകയാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇതിലിട്ടിരിക്കാം. അപ്പം ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 6:30 ആയിട്ടുണ്ടാവും. ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഷൂട്ട് ചെയ്തു കുറച്ച് വീഡിയോയും കാര്യവും ഒക്കെ. ഒരുപാട് ഇന്ന് അവധി ദിവസമാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവധി ദിവസം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇച്ചു ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും വലിയൊരു സ്ഥലം, ആ സ്ഥലത്ത് അവൻ ഓടിച്ചാടി നടക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അവനുള്ളത്. അവൻ ശരിക്കും ആ മണ്ണൊക്കെ വാരി എറിയുമായിരുന്നു. പക്ഷേ അവൻ നല്ല ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞൊരു 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുകയാണ്. കുഴിമന്തി എന്ന് പറയുന്നൊരു ഹോട്ടലിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവരും കൂടി, എനിക്ക് തോന്നുന്നു ഒരു 13 പേരുണ്ടായിരുന്നു. അപ്പം അവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് ആദ്യം ക്രമീകരിച്ച് തരാമെന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് പോയിരുന്നത്. അപ്പം അവിടെ എല്ലാവർക്കും ഇരിക്കാനായിട്ട് പറ്റി. ഇത്രയും പേരാണ് ഞങ്ങളുടെ കസിൻസ് എന്നൊക്കെ പറയുന്നത്. അതായത് അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ, പിന്നെ അനിയൻ്റെ വൈഫിൻ്റെ
അനിയനുണ്ടായിരുന്നു, പിന്നെ അവരുടെ കസിനുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ. അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം അവർ അറേഞ്ച് ചെയ്തിരുന്നു. മറ്റതിനെക്കാട്ടി കുറച്ചുകൂടെ കംഫർട്ടബിളാണ് ഈ ഒരു സ്ഥലം എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാം, കാണാം, എല്ലാം ചെയ്യാം. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയായിരുന്നു ഈ ഒരു ഹോട്ടലിൽ. സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ വരാറുണ്ട്. മീൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ്, അല്ലാതെ ബാക്കിയുള്ള എൻ്റെ അനിയന്മാരൊക്കെ ഇവിടെ എപ്പോഴും വന്ന് ഒരു ബീച്ചിലൊക്കെ വരുമ്പോഴും എല്ലാം ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പം എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ബൈ ഗൈസ്.